എല്ലാം കഴിഞ്ഞപ്പോൾ കരച്ചിലുമായി ഓർത്തഡോക്സ് സഭ. വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധി പോലും ഇല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. സഭാംഗങ്ങളെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകേണ്ടതായിരുന്നു. ഓർത്തഡോക്സ് സഭാ നേതൃത്വം ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിൽ ഉറപ്പായും ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ സഭയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ചാണ്ടി ഉമ്മൻ അവഗണിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തവണ UDF ജാതി മത പരിഗണനകൾ എല്ലാം തന്നെ നോക്കിയാണ് മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലേക്കും നിയമിച്ചത്. ഒരു ഉദാഹരണം പറയാം. ശിവഗിരി മഠത്തിൻ്റെ ആവശ്യം 9 പേർ ഇത്തവണ ഈഴവർ ജയിച്ചു വന്നിട്ടുണ്ട്. ആ 9 ഈഴവ MLA-മാരിൽ 6 പേരെ മന്ത്രിയാക്കണമെന്നാണ് ശിവഗിരി മഠം ആവശ്യപ്പെട്ടത് മാത്രമല്ല, ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ വി ഡി സതീശനെ നേരിൽ വന്ന് തിരുവനന്തപുരത്ത് കാണുകയും ഈ ആവശ്യം ഉന്നയിച്ച് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ശിവഗിരി മഠവുമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. ആ 9 പേരിൽ നിന്നും ഒരു 6 പേരെയെങ്കിലും മന്ത്രിമാരാക്കണം ശിവഗിരി മഠത്തിൻ്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം അത് അനുഭാവപൂർവം ഉൾക്കൊള്ളും, അംഗീകരിക്കും, നടപ്പിലാക്കുമെന്നുള്ള പ്രത്യാശയാണ് ശിവഗിരി മഠത്തിനുള്ളത്. അതിൻ്റെ ഫലമായി കൂടിയാണ് ഏറ്റവും അവസാന ലാപ്പിൽ OJ ജിനീഷ് മന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. അങ്ങനെ 3 മന്ത്രിമാരെ നേടിയെടുക്കാൻ ഈഴവ സമുദായത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കഴിഞ്ഞു. ബിന്ദു കൃഷ്ണ, M ലിജു, ഏറ്റവും അവസാനം OJ ജിനീഷ്. ഇത്തരത്തിൽ ഓരോ ജാതി മത വിഭാഗങ്ങളും സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗം കൂടിയിട്ടാണ് നമ്മൾ കാണുന്ന ഈ UDF മന്ത്രിസഭ എന്ന് ഓർക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓർത്തഡോക്സ് സഭയ്ക്ക് ഇത്തരം ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിഞ്ഞില്ല. തുടക്കം മുതലേ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒന്നിനും കൊള്ളില്ല തങ്ങളെന്ന് സഭാ അംഗങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയായിരുന്നു അവരുടെ ഓരോ പ്രവൃത്തി കൊണ്ടും അവരുടെ ഓരോ പ്രസ്താവന കൊണ്ടും ഒരു അഴകുഴമ്പൻ നയം. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, അയ്യോ ചാണ്ടി ഉമ്മൻ മന്ത്രിയാകേണ്ടതായിരുന്നു, ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കേണ്ടതായിരുന്നു, ചാണ്ടി ഉമ്മൻ നല്ല വകുപ്പിലേക്ക് വരേണ്ടതായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? ചാണ്ടി ഉമ്മൻ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നു. അത്ര സമർത്ഥനും ജനകീയനുമായിരുന്നു ചാണ്ടി ഉമ്മൻ. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ചാണ്ടി ഉമ്മൻ വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനുശേഷം MLA-മാർ വിജയിച്ചു വന്നപ്പോഴും നിങ്ങൾ എന്താണ് നിസ്സംഗത പാലിച്ചത്? നിങ്ങൾ ശിവഗിരി മഠം ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭ ചെയ്തതുപോലെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കും കിട്ടുമായിരുന്നു, ഓർത്തഡോക്സ് സഭയ്ക്കും കിട്ടുമായിരുന്നു ഒരു മന്ത്രിയെ. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു മിടുക്കനെ കേരളത്തിന് കിട്ടുമായിരുന്നു. നിങ്ങളുടെ കഴിവുകേട്, നിങ്ങളുടെ നിലപാടില്ലായ്മ, നിങ്ങളുടെ ആണും പെണ്ണും കെട്ടുമുള്ള നിലപാട്, ഇതുകൊണ്ട് മാത്രമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇത്തവണ ഒരു പ്രതിനിധിയെ മന്ത്രിയായി ഇല്ലാതെ പോയത്. നിങ്ങൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ കാറിക്കൂവുന്നുണ്ടല്ലോ, ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾ തുടക്കം മുതൽ തന്നെ ഇടപെടണമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ നിങ്ങളുടെ ഇടപെടൽ വേണമായിരുന്നു. ശിവഗിരി മഠത്തെ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി അവിടെ നിന്ന് ഇവിടെ വന്ന് സതീശനെ നേരിൽ കണ്ട്, നിയുക്ത മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശനെ നേരിൽ കണ്ട് ഞങ്ങൾക്ക് 9-ൽ 6 മന്ത്രിമാരെ വേണമെന്ന് പറയുകയും അതിൽ 3 എണ്ണത്തിനെ നേടിയെടുക്കുകയും ചെയ്തത് സച്ചിദാനന്ദന്റെ മിടുക്കാണ്, ഈഴവ സമുദായത്തിന്റെ മിടുക്കാണ്. അങ്ങനെയുള്ള മിടുക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചുകൂടാ? മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ലാറ്റിൻ സമുദായം, അവർ ഇത്തവണ സമുദായ നേതൃത്വം സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം വി ഡി സതീശൻ ഓടിപ്പോയത് വെള്ളയമ്പലത്തിലെ ബിഷപ്പ് ഹൗസിലേക്കാണ്. അത്രയ്ക്കുണ്ട് പവർ. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശക്തി തിരിച്ചറിയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടില്ലായ്മ ഉണ്ടായത്? പലരും പലതും പറയുന്നു. ഒരുത്തൻ ഒരു കാര്യം പറയുന്നു, വേറൊരുത്തൻ വേറൊരു കാര്യം പറയുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു കൂട്ടായ്മ പോലുമില്ല. എന്നിട്ട് അവസാനം കിടന്ന് കാറിക്കൂവുകയാണ്, ഞങ്ങൾക്കില്ലേ, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമില്ലേ. നാണം കെട്ട സഭാ നേതൃത്വം
നേതൃത്വം ഇതിന് മറുപടി പറയണം. നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ള മതജാതി സമുദായങ്ങളെപ്പോലെ സമ്മർദ്ദം ചെലുത്തി നിങ്ങളുടെ ഒരു പ്രതിനിധിയെ എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ എടുക്കാതിരുന്നത്? അത് നിങ്ങളുടെ കഴിവുകേടാണ്. നിങ്ങളെ വിളിച്ചു നിർത്തി, അല്ലെങ്കിൽ നിങ്ങളെ ഓരോ സഭാംഗങ്ങളും വിളിച്ചു നിർത്തി നേരെ നിർത്തി വിചാരണ ചെയ്യേണ്ട ഘട്ടം വന്നിരിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സഭാംഗങ്ങൾ മാറിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത്രയ്ക്ക് കഴിവുകെട്ട നേതൃത്വമാണ് നിങ്ങളുടേത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.